ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സാലിറ്റീസിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞിരുന്നു ഒരു കപ്പില്ലാത്ത ടീമിനെ കൊണ്ട് കപ്പടിപ്പിക്കുന്നത്. അപ്പോൾ യൂറോ കപ്പിൽ സ്വിറ്റ്സർലാൻഡിനെ കൊണ്ട് ഇടിപ്പിക്കുകയാണ് ഗായ്സ്. അപ്പോൾ യൂറോ കപ്പിൽ ഈ ടീം ഉണ്ടായത് അത്രയ്ക്ക് എല്ലാ ടീമില്ല. അപ്പോൾ നമുക്ക് ഇതൊന്നും മാറ്റി പിടിക്കണം. അപ്പോൾ നമ്മൾ നേരെ സ്വിറ്റ്സർലാൻഡ് ഇത് വേണ്ട ഡെൻമാർക്ക്, ഇറ്റലി, രസല, ഇത് കൊള്ളാം. ഇറ്റലി, ജർമ്മനി ശരിക്കും വേണ്ട ടീമൊന്നുമല്ല, കട്ട ടീമൊന്നും കിട്ടില്ല, എന്നാലും ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാണ്. അപ്പോൾ ഇപ്രാവശ്യത്തേത് ഇങ്ങനെ ആയിരിക്കാനാണ് സാധ്യത കൂടുതൽ. അപ്പോൾ നിങ്ങൾ കാണുക. അപ്പോൾ നമ്മൾ കളി ഓപ്പൺ ചെയ്യാൻ പോകണം. കളി ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗായ്സ് ഇത് ഫുള്ളാക്കണം ഗായ്സ്. അപ്പോൾ അടിപൊളി തന്നെക്കാരം മുഴുവനെന്ന് വിചാരിച്ചിക്കൊള്ളുന്നു ഗായ്സ്. നല്ലൊരു ഗെയിമർ യൂട്യൂബറായി മാറാൻ സാധിച്ചതിന് എനിക്ക് സന്തോഷം. ഞാൻ വ്ളോഗും എടുക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം ഗായ്സ്. അപ്പോൾ നമ്മളെ ഇറ്റലി വേഴ്സ് സ്വിറ്റ്സർലാൻഡ് കളി എന്താവുമെന്ന് അറിയാത്തൊരു പോരാട്ടം. വിജയ സാധ്യത ആർക്ക്? എൻ്റെ നിഗമനത്തിന് ഞങ്ങൾ നയിക്കും ഗൈസ്. കണ്ടോ, നല്ല ട്രിപ്പിളിങ് വാട കിട്ടി. അയ്യോ, അതുവരെ കൊണ്ടേത് കോളായി ഗൈസ്. അതുവരെ കൊണ്ടേ നമ്മുടെ സ്കൂളിൽ കോപ്പർ ഇവരെ നെക്സ്റ്റ് ചെയ്യണം ഗൈസ്. അവരെ നെക്സ്റ്റ് ചെയ്യണം. നടുവിൽ റെയിൻബോ സ്കില്ലുള്ളതാണ് നല്ലത്. അപ്പോൾ ഗൈസ് അത് നല്ലത് ഗൈസ്. ഓട്ടോമാറ്റിക് കളിച്ചപ്പോൾ അവർ ഇതാ കട്ടിയത് ഗൈസ്, കോളാക്കി ഗൈസ്. അല്ലെങ്കിൽ അവർ നല്ല കളി. ഞാനൊക്കെ ആണെങ്കിൽ ITL കളിച്ചിരുന്നു ഗൈസ്, ഇവരവന്മാരി ഗൈസ്. അപ്പോൾ നോക്കാം. അയ്യോ പാസ് ഗൈസ്. നോക്കാം ഗൈസ്. പന്ത് കിട്ടുന്നില്ല ഗൈസ്. കിട്ടി ഗൈസ്. നോക്കാം. അയ്യോ, ഇത്ര ഗോള് കിട്ടുന്നുണ്ട്. നമുക്ക് തന്നെ കിട്ടും. ഇപ്പോഴത്തെ നല്ലൊരു ഗോളടിക്കാനും സഹായിച്ചില്ല അധികം. ഞാൻ എൻ്റെ ഏറ്റവും വലിയ സ്കോർ ഇപ്പോൾ ഇത് തുടങ്ങിയിട്ട് യൂറോ കപ്പ് തുടങ്ങിയിട്ട് എൻ്റെ ഏറ്റവും വലിയ സ്കോറ് പോർച്ചുഗലിൻ്റെ 2 ഉണ്ടാണ്. അതൊക്കെ ഗൾഫ് കാണുന്നുണ്ട്. ഇറ്റലിയുടെ ഇപ്പോൾ പൊട്ടിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇതിൽ 2 ഉണ്ടെങ്കിലും അടിച്ചാൽ മതിയാകും. 2 പൊട്ടിക്കുക വെച്ചാൽ അതിൻ്റെ ഒപ്പത്താ 2 പൊട്ടിക്കണം. ഓ ഗൈസ്, പ്രാന്ത്. നടുവിൽ നിൽക്കണോ എനിക്ക് പന്ത് കിട്ടിയോന്ന് അറിയണ്ടേ. നടുവിലെത്തി എനിക്ക് ആവാസെടുത്തുണ്ട്. അവൻ്റെ റെയിൻബോ വർക്കട്ടെ. അതെ, ഷോട്ട് എടുക്ക് ഗൈസ്. ഞാൻ പറഞ്ഞില്ല, അവനെ റെയിൻബോ എടുത്താൽ അതാണ് പ്രശ്നം. എൻജോയ് സേവാണ് ഗൈസ്. അവൻ്റെ എൻജോയ് സേവാണ്. ഹെഡർ ഗോൾ അത് ഗൈസ്. ഗോള് എന്തടിപൊളി ഗോളാച്ചിട്ടാ. എത്ര അടിപൊളി ഗോളാച്ചിട്ടാ. റീപ്ലേ നിങ്ങൾ കാണും. എന്തടിപൊളി ഗോൾ, എത്ര അടിപൊളി ക്രോസ്, എന്തടിപൊളി ഗോൾ. സെലിബ്രേഷൻ ഇതാ അത് ഗൈസ്. ആ ഗോൾ ഇതാ എല്ലാം ഇതിലും ഏറ്റവും ടോപ്പ് ഗോളായി മാറിയിരിക്കുകയാണ് ഗൈസ്. ടോപ്പ് ഗോൾ മീൻസ് സൂപ്പർ ഗോള്. ഇത്രക്ക് അടിപൊളി ഗോൾ അടിച്ചതിന് അവരെ പ്രോത്സാഹിപ്പിക്കല്ലേ എന്താ ചെയ്യുക ഗൈസ്. അത്രക്ക് അടിപൊളി ഗോളായിരുന്നു. നല്ലൊരു ക്രോസ്. അയ്യോ, അടി എടാ. ഗോൾ. വലയടക്കം തൊളിച്ചു ഗൈസ്. വലയടക്കം പോയി ഗൈസ്. ഹാഫ് ടൈം ഇപ്പം ഒന്ന് വിചാരിച്ച സമയത്ത് ആ ഒരു ഷോട്ട് ഗോൾ. ഇറ്റലിയുടെ ഡോണർമേ മറികടന്നൊരു ഷോട്ട്. അത് വലയടക്കം കവർന്ന് വലയടക്കം കീറിപ്പോയി ഗൈസ്. അജാതി ഷോട്ട് ഗോള് ഗൈസ്. ഇവനാണ്, അതെ RW ആണ് ഈ ഗോൾ അടിച്ചത് ഗൈസ്. അവനൊക്കെ ഇല്ലാതെ അടിച്ചിട്ട് വല കയറിപ്പോയ അവസ്ഥ സമ്മതിക്കണല്ലേ ഗൈസ്. കഴിവന്നെ. ഗൈസ് അടിപൊളിയായി ഗൈസ്. അപ്പോൾ അത്രക്ക് അടിപൊളി ഗോളായിരുന്നു. ഞാൻ ഇത്ര പ്രതീക്ഷയിലോട്ടെ ഗൈസ്. ഇങ്ങനെ അടിപൊളി ഗോളാവുന്ന ഞാൻ പ്രതീക്ഷിച്ചതല്ല. ഇത്ര അടിപൊളിയാവും ഞാൻ പ്രതീക്ഷിച്ചല്ല ഗൈസ്. അങ്ങനത്തെ അടിപൊളി 2 ഗോൾ അടിപൊളി. ഒന്ന് വല കയറി കളഞ്ഞ അവസ്ഥ, ഒന്ന് കീപ്പറിനെ ഊപ്പാടളിപ്പിച്ച അവസ്ഥ. കീപ്പറിന് എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് മനസ്സിലായിട്ടില്ല. ഫസ്റ്റ് ഗോൾ കയറിയപ്പോൾ തന്നെ ഡോണർമയുടെ പകുതി ഇതും പോയിക്കണം. 2 ഡബിൾ സേവ് എടുത്തതിന് ശേഷം ഡോണർമ പിന്നെ ഫുള്ള് കത്തിക്കലുണ്ട് ഗൈസ്. അപ്പോൾ ഗോൾ ഇഷ്ടപ്പെട്ട ഏത് ഗോളാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. എനിക്ക് ഇഷ്ടപ്പെട്ട ഹെഡറാണ്.
നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെടുന്നത് എനിക്കറിയില്ല. നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം. ഹെഡർ പാസ് കൊടുത്തിട്ട് ഗൈസ് പാസ് കൊണ്ട് വാട കൊണ്ടുപോയി എൻ്റെ കൈ ഗൈസ്. നല്ല പാസ്, നല്ല ക്രോസ്, നല്ല ഹെഡർ. പക്ഷേ കുളമായി കാബല ഗൈസ്. നല്ലൊരു പാസും ഹെഡറൊക്കെയാണ് പോയിരുന്നത്, പക്ഷേ അത് വർക്കൗട്ടല്ല ഗൈസ്. നല്ലൊരു പാസ്, വീണ്ടും നല്ലൊരു പാസ് കൊടുക്കാൻ താല്പര്യം. അതൊക്കെ കിട്ടിയിട്ട് ആ ലൂടെ വൈര് അടിച്ചാൽ മതിയായിരുന്നു ഗൈസ്, പക്ഷെ കിട്ടിയില്ല. ഫൗൾ ഗൈസ്, അവർക്ക് ഫൗളാണ്. ഞാൻ ഫൗൾ നോക്കണ്ടേ? ഒരു മാതിരത്തെ ഫൗളൊക്കെ ശരിക്കും വേണ്ടായിരുന്നു ഗൈസ്. അയ്യോ, അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് വേണ്ടാന്ന് ചോദിക്കുന്നത് വേണം. എനിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് നല്ലതാണ്. അപ്പോൾ അത് നല്ലൊരു മിസ് പാസ് ഗൈസ്. ഫുള്ള് നല്ല പാസ്സില്ല ഗൈസ്, ഫുള്ള് മിസ് പാസ്. അപ്പോൾ കളി കൈ കിട്ടും എന്നുള്ള ഉറപ്പുകൊണ്ടാണ് ഞാൻ പഠിക്കുന്നത്. അതവിടെ അവനാ വന്നില്ലെങ്കിൽ അവസ്ഥ ലക്ഷ്യങ്ങൾ. ആ ഗോള് അത് ഉറപ്പിച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഗോള് അല്ലേ? അതാണ് പറഞ്ഞത് ഗൈസ്, അതാണ് ഞാൻ പറഞ്ഞത്. അതെന്തായാലും ഗോളാവും. അപ്പോൾ ട്രൈ ചെയ്ത് ഗായ്സ് നല്ല പാടുണ്ട്. അപ്പോൾ വീഡിയോ സബ്സ്റ്റിറ്റ്യൂട്ട് നോക്കുകയാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ആകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ കളി കഴിഞ്ഞിട്ടുണ്ട്, ഫുൾ ടൈം കഴിഞ്ഞിട്ടുണ്ട്. 3 മിനിറ്റ് ചെറിയ ടൈം അപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാ നോക്കൂ നമ്മളെ ഇതിൽ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ബൈ.